ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജയരാജൻ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കേരള സിവിൽ സർവീസസ് ലീഗിൻ്റെ നേതാക്കൾ, അവരുടെ സഹധർമ്മിണിമാരും എല്ലാവരും, മഹിളാവിൻ്റെ പ്രവർത്തകരും എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് മുഖ്യ പ്രഭാഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യ പ്രഭാഷണം ഞാനൊരു പ്രഭാഷകനൊന്നുമല്ല, എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിക്കാൻ ഞാൻ ശ്രമിക്കാം. പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രസിഡന്റ് ജയരാജനോട് പറയുകയുണ്ടായി. ഇനി ഒരു പ്രത്യേക സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങാം. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനാണ് എനിക്കറിയുന്ന വിധത്തിലുള്ള അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പ്രവർത്തനങ്ങളും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ ചെറിയതാണോ നിങ്ങൾ ചെറിയൊരു വിവരണം നൽകണം. നമ്മുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപം കൊണ്ടത് മാർച്ച് മാസത്തിൽ രൂപം കൊണ്ട കമ്മിറ്റി ഇന്നേ വരയ്ക്കും വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിനായിട്ട് ബാക്കി ECHS, അതേമാതിരി ക്യാൻറ്റീൻ, ഇവിടെയുള്ള നമ്മളുടെ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് നമ്മളുടെ ലെവലിൽ കഴിയുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പ്രാവശ്യം നമ്മളുടെ PVS ഹോസ്പിറ്റലിൽ നമ്മൾക്ക് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വന്നിരുന്നു. അവർ ടൈം കഴിഞ്ഞു, എങ്കിൽ അവർക്ക് എംപാനൽമെൻറ്റ് തുടരാൻ പറ്റുമെന്ന്. എന്നതിന് ശേഷം അവർ CEO-നെയും മറ്റും വിളിച്ചു വരുത്തി നമ്മളെ ഓഫീസിൽ വെച്ചിട്ട് ഒരു കരാറുണ്ടാക്കുകയും അത് തുടർന്ന് അവിടെ ക്യാഷ്ലെസ് സംവിധാനം ഏർപ്പെടുത്താൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് പ്രമുഖ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ പോയിട്ട് എംപാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ ആവുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോയതും അത് കുറേയൊക്കെ നടക്കുന്നുമുണ്ട്. ഇപ്പം ദേവി മെമ്മോറിയൽ തന്നെ ഇപ്പം കുറച്ച് മാറ്റങ്ങൾ ഇപ്പം നമ്മളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുണ്ട്. അത് കുറച്ച് സാമാന്യ മര്യാദ പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഏറ്റവും പ്രശംസിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ 4-ാം തീയതി നടത്തിയ ധർണ, അത് വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്നുള്ള സത്യമാണ്. മാധ്യമങ്ങളടക്കം, അതായത് ഇന്നിപ്പോൾ ഗൂഗിൾ ന്യൂസിൽ തന്നെ ഇന്നലെ നമ്മളുടെ ഒരു ന്യൂസ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൊയിലാണ്ടി താലൂക്കിൻ്റെ, കൊയിലാണ്ടി ബ്ലോക്കിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളെ പങ്കെടുക്കാൻ എടുപ്പിക്കാൻ പറ്റിയത് കൊയിലാണ്ടി ബ്ലോക്കിനാണ്. കോഴിക്കോട് അതിഥേയ കോഴിക്കോടിന് പോലും അത്രയും സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകഴിഞ്ഞാലും അതിന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇപ്പം ഇവിടെ നമ്മൾ പ്രമാണിച്ചത് കണക്ക് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ബിൽഡിംഗ് ടാക്സിൻ്റെ കാര്യം പറഞ്ഞു. ഈ ബിൽഡിംഗ് ടാക്സ് ഈ ബിൽഡിങ്ങിനാണ് അത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോഴും കൊമേഴ്സ്യൽ ബിൽഡിംഗ് എന്നുള്ള നിലയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ റേറ്റ് കണ്ടപ്പോൾ നമുക്കത് കൊമേഴ്സ്യൽ അല്ലാത്ത വിധത്തിലാക്കി മാറ്റാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ലെറ്റർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ടാക്സ് കുറയും. കൊമേഴ്സ്യൽ ടാക്സിൽ നിന്ന് മാറുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലെടുക്കും കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്സ്യലിലാകുമ്പോൾ നമ്മൾ 7 ഇരട്ടിയാണ് സാധാരണ ഉപഭോക്താവ് കൊടുക്കേണ്ടി വരുന്നത്. അതിന് മാറ്റം വരും. അപ്പോൾ അതിൻ്റെ ലെറ്റർ ഞാൻ കിട്ടുന്ന മുറയ്ക്ക് ഇന്നലെ വടകരയോട് ആവശ്യപ്പെട്ടിരുന്നു, സെക്രട്ടറി കൈമാറുന്നതാണ്. പിന്നെ ബാക്കി വിമുക്തപെട കുടുംബ ജനസമ്പർക്ക പരിപാടി, അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ കൊയിലാണ്ടി ബഹുമാനപ്പെട്ട ട്രഷറർ പേമാനസർ എന്നോട് പറഞ്ഞിരുന്നു DPDUവിൻ്റെ കാര്യങ്ങൾ. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കോഴിക്കോട് ഒരു DPDO അനുവദിക്കാമെന്നുള്ളൊരു കത്തും ആ സമയത്തായിരുന്നു ഒരു 1 മാൻ ഒരു കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് ഈ ഓറോപ്പിയൊക്കെ ബന്ധപ്പെട്ട്. ആ സമയത്ത് നമ്മളിൽ നിന്നെല്ലാം എല്ലാ സംഘടനകളും പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തേണ്ട അടിസ്ഥാനത്തിൽ കോഴിക്കോട് DPDO ആവശ്യമില്ല, ബാങ്കിലൂടെ നിങ്ങൾ പെൻഷൻ വാങ്ങിക്കൊള്ളാമെന്ന്
നമ്മളെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമുക്ക് DPDO നഷ്ടപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ രമണൻ സർ പറഞ്ഞതനുസരിച്ച് ചെന്നൈയിലേക്ക് നമ്മളൊരു ലെറ്ററെല്ലാം അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല, അത് വന്നുള്ളൂ. ബാക്കി ECHSൻ്റെ കാര്യം തന്നെ പറയാം. ECHSൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അന്ന് ധർണയിൽ പങ്കെടുത്തവരിൽ അറിയുന്നതാണ്. ECHSലേക്ക് ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന പൈസയുടെ വെറും 60% മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി 40% ഈ പോളിക്ലിനിക്കിൻ്റെ മെയിൻ്റനൻസിനും അവരുടെ സാലറി കൊടുക്കാനും അവിടത്തേക്കുള്ള ചെലവ്. ഇത് നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ പോയിന്റ് എവിടേക്കായാലും അയക്കേണ്ടത്, ഈ ഒരു പോളിക്ലിനിക്ക് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ക്യാഷ്ലെസ് സർവീസ് കിട്ടുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഏറ്റവും നന്നാവും. ഇനി ECHS തന്നെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം എയിംസ് ഹോസ്പിറ്റൽ അത് കോഴിക്കോട് വരാനുള്ള ഒരു സാധ്യത ഇതിനു മുമ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എയിംസ് ഹോസ്പിറ്റലിൽ കോഴിക്കോട് വരികയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാ പ്രോബ്ലവും തീരും. കാരണം അപ്പം ഇവരൊക്കെ റെഡിയാവും. നമ്മൾ ഈ നിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തോ നമ്മൾ അങ്ങോട്ട് പോയിരുന്നില്ല പാനലാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് NABH അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യത്തിന് നമ്മളടുത്ത് വന്നിട്ടാണ് എംപാനലായത്. അവർക്കത് കിട്ടിക്കഴിഞ്ഞു. കാരണം അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതായത് നമ്പർ ഓഫ് അഡ്മിഷൻ ഉണ്ട് ഓരോ വർഷത്തിൻ്റെ, അത് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് മുമ്പൊക്കെ ഫസ്റ്റിൽ നമ്മുടെ അടുത്ത് എംപാനൽ ചെയ്യാൻ വേണ്ടി വന്നത്. അതുപോലെ തന്നെ അലക്സാണ്ടർ ഡോക്ടർ അതേപോലെ തന്നെ അതൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോൾ അവർക്ക് NABH കിട്ടിയിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ്. കാരണം ഒരു വർഷമാണ് കാലാവധിയാണ് ഇവർ കൊടുക്കാറ് NABH എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എംപാനൽ ചെയ്ത ശേഷം. അതാണ് ഇപ്പോൾ KMCTക്ക് ഒരു വർഷത്തിൽ കൂടുതലായി. അവർക്ക് ഒരു വർഷത്തിനാണോ NABH എടുത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അതവർ എടുക്കാൻ വൈകിപ്പോയി. അതിനാണ് ഇപ്പോൾ ഒരു സമയം ചോദിച്ചിട്ട് തൽക്കാലം KMCT നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പം ഈ 10-ാം തീയതിയോടുകൂടി അതും ശരിയായിട്ടുണ്ടെന്നായി മനസ്സിലാക്കുന്നത്. ബാക്കി മുഖ്യ പ്രഭാഷണം നമ്മൾ ഒരു സബ്ജക്റ്റ് ഇല്ലാതെ എന്തിനെ പറ്റിയാണ് ഞാൻ പ്രഭാഷണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഏതാണ് നിങ്ങളുടെ സംശയങ്ങളുണ്ട്. കാരണം ഇവിടെ എന്നേക്കാൾ അറിവുള്ള ലക്ഷ്മണേട്ടനും അതിനുള്ള ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ എന്തെങ്കിലും അധിക പ്രശ്നം പറയുന്നത് ശരിയല്ല. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ബാക്കി വേറെ ഇപ്പം OROP 3 അതെല്ലാവർക്കും കിട്ടിക്കാണുക. OROPൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രെയിൻ തടയൽ സമരം. അന്ന് കൊയിലാണ്ടിയിൽ നിന്നൊക്കെ നല്ലോണം ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് കൊയിലാണ്ടിയിൽ നിന്ന് ട്രെയിൻ തടയൽ സമരം, എഞ്ചിൻ്റെ മുകളിൽ നിന്ന് സമരം നടത്തിയൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് OROP നമുക്ക് ലഭിച്ചത്. അപ്പം നമുക്ക് സമരമാണ് നമ്മളെ മുന്നിൽ എന്തും കിട്ടാൻ എന്ത് വേണമെങ്കിലും. അത് ഇപ്പം തന്നെ ഈ നമ്മൾ കഴിഞ്ഞ സമരം നടത്തിയതിന് അതിൻ്റെ തുടക്കം ഉണ്ടായത് കൊയിലാണ്ടിയിലാണ്. കാരണം നമ്മൾ കൊയിലാണ്ടിക്കാർക്ക് ഒരു സ്വഭാവമാണ്, എന്തായാലും എന്തിനും നമ്മളെ ധൈര്യം നമ്മളൊരിക്കലും കരുതില്ല. നമ്മൾ ആർക്കും തലവണിച്ച് കൊടുക്കാൻ തയ്യാറായിട്ടാവില്ല. അങ്ങനെയുള്ളൊരു പൊതു സ്വഭാവം കൊയിലാണ്ടിയിലെ ആൾക്കാർക്ക് ഉണ്ട്. എനിക്കും കുറച്ചുകൂടി ഭാഗമാണ്. അവർ നൽകി തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഇപ്പം സംസ്ഥാനത്ത് തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിട്ട് അവർ പല മീറ്റിങ്ങുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് ജില്ല, ബാക്കി ജില്ലകളിലൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ കോഴിക്കോട് ജില്ലയെ ഒരു ഗ്രിഡിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പെല്ലാം പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം മീറ്റിങ്ങുകളൊക്കെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരോട് ചോദിച്ചാൽ വളരെ നല്ല രീതിയിലാണ് നമ്മളെ മീറ്റിങ്ങെല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹായം എനിക്കും ഈ ഒരു 2-2.5 കൊല്ലം കൂടി ഉണ്ട് ജില്ലാ സെക്രട്ടറിയായിട്ട്. നിങ്ങളൊക്കെ ആവശ്യമാണ്. നമുക്ക് ഇനിയും നമ്മൾ സമരങ്ങളിലേക്കെല്ലാം പോകേണ്ടി വരും. സമരങ്ങൾ വെറും സമരങ്ങൾ മാത്രമല്ല, നമുക്ക് ആഘോഷങ്ങളും അനുസ്മരണങ്ങളും. ഇനി നമ്മളുടെ മുന്നിലുള്ള ഡിസംബർ 16 ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ 51-ാം വർഷം, 54-ാം വർഷം ആണ് ഇപ്പം വരാൻ പോകുന്നത്. അപ്പം അതും സംഗീതമായിട്ട് ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ മാനാഞ്ചിറ യുദ്ധസ്മാരക കവാടത്തിൽ നടത്തുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ ബ്ലോക്കുകളും നടത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വൈകുന്നേരം നടത്തുന്ന ദീപാഞ്ജലി എന്നൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങി വെച്ചാണ്. ഇന്ത്യയിൽ മൊത്തം നമ്മൾ കോഴിക്കോട് ജില്ല തുടങ്ങി വെച്ചാണ് ഇന്ന് ഇന്ത്യയിൽ മൊത്തം ആ ഒരു കാർഗിൽ അനുസ്മരണ പരിപാടി നടക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ
വിഷം ജൂൺ യുദ്ധത്തിന്റെ പരിപാടിയോ നമ്മൾ തന്നെ തുടങ്ങി വെച്ചാണ്. അന്നേ ദിവസം അവിടെ മാനാഞ്ചിറയിൽ മറ്റൊരാളെ കൊണ്ടും സമ്മതിക്കാൻ അവിടെയുള്ള ആരും സമ്മതിക്കാറില്ല. നമ്മളുടെ ഒരു അവകാശമായിട്ട് തന്നെ അതിന് യുദ്ധസ്മാരക കവാടം എന്ന പേര് തന്നെ അന്ന് മേയർ സമ്മതിച്ച കാര്യമാണ്. കാരണം ഇതുവരെയും കോഴിക്കോട്ടിലൊരു വാർ മെമ്മോറിയൽ അനുവദിക്കുന്നില്ല, അതുവരെ ഞങ്ങൾ ഇവിടെ പരിപാടി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു തൻ്റെ നമ്മൾ കാണിച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ ആദ്യം നമുക്ക് അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നടത്തുന്നുണ്ട്, നടത്തുകയും ചെയ്യും. അത് നമ്മളിപ്പം നമ്മളൊരു അവകാശമാക്കി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ധർമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ധർമ്മയ്ക്ക് നമ്മളിവിടെ സാമ്യാനൊക്കെ പൊളിപ്പിച്ചിരുന്നു മറ്റുള്ള സംഘടനകൾ. കാരണം അവർ 4-ാം തീയതി കലക്ടറേറ്റ് മാർച്ച് ധർണ അവർക്ക് മാറ്റിവെക്കേണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു സംഘടനയാണ് അവര് മാറ്റിവെച്ചത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൈസ ബില്ല് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോഴവർ പൈസ വെച്ചുകൊണ്ടെടുക്കുകയാണ്. ആ പൈസ കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞിരുന്നു ഒക്ടോബർ 2, 2023 ഒക്ടോബർ 2 മിംസ് ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് സംവിധാനം നിലവിൽ വരും എന്ന് പറഞ്ഞാണ് പൈസ വെച്ചത്. അത് നടന്നിട്ടില്ല. ആ പൈസ കൊണ്ട് അവർ പലരും ടൂറിന് പോയി ഡൽഹിയിലും താജ്മഹലും കണ്ടുവന്നു. ഒരു അഡ്രസ്സും ഇല്ല. കാരണം ഒരു സംഘടനയല്ല, 16 സംഘടനകളും കൂടി ചേർന്നിട്ടുണ്ടാക്കിയ ഒരു എന്താ പറയാ ഒരു കൂട്ടം ആൾക്കാർ എന്ന് മാത്രമേ പറയൂ. സംഘടന എന്ന് പറയാൻ പറ്റില്ല. നമ്മളും അതിൻ്റെ ഒരു ഭാഗമായ ഒരു ദിവസം മാത്രം. കാരണം അന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ വെച്ച് ദിനേശ് എന്ന വ്യക്തിയെ ഏതാനും ഗുണ്ടകൾ ആക്രമിച്ചതിന്റെ പേരിൽ നമ്മളൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. സംഘടനയ്ക്കല്ല, ഒരു കൂട്ടായ്മ സമരത്തിന് വേണ്ടിയുണ്ട്. ആ സമരം നിങ്ങളെല്ലാം കണ്ടാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ ഏറ്റവും ഭംഗിയായി. അതിന് മുമ്പ് നടന്നിട്ടില്ല, അതിനുശേഷവും അതേമാതിരി ഒരു സമരം നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഈ 4-ാം തീയതി നമ്മൾ നടത്തിയത്. അതിലും വലിയൊരു സമരമായിരുന്നു, അതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് 16 സംഘടനകൾ കൂടിയിരുമ്പോൾ അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. അതിന്റെ ഇന്റൻഷൻ പിന്നെ മാറി എന്ന് തോന്നിയപ്പോഴാണ് നമ്മളതിൽ മാറിയത്. അവര് സംഘടന രാഷ്ട്രീയ സംഘടനയാക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നടക്കൂല. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ്, ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിന്റെ ഭാഗമാണ്. അതിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു കളി ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പിൻവാങ്ങിയത്. അതിനവർ പേരിടാൻ ശ്രമിച്ചത് ഒരു പൂർവ്വ സൈനിക പരിഷത്തിനായിരുന്നു. പൂർവ്വ സൈനിക കൂട്ടായ്മ, അതായത് പൂർവ്വ സൈനിക പരിഷത്തിന്റെ ആൾക്കാരായിരുന്നു അതിൽ മിക്കവരും ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് രാഷ്ട്രീയവും ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ ഒരു സംഘടനയുടെയും ചൂലായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറല്ല. മറ്റുള്ള പല സർവീസ് സംഘടനകളും അതാണ്. ഇപ്പം കോർഡിനേഷൻ കമ്മിറ്റി ആയാലും പൂർവ്വ സൈനിക സേവാ പരിഷത്തായാലും എല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ നമ്മളതല്ല. നമ്മൾക്ക് നാനാത്വത്തിലും ഏകത്വം എന്ന ഒരു അർത്ഥവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതാപ് ഇത്രാം പതിത എന്ന അർത്ഥവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ്. അതുകൊണ്ട് നമ്മൾ നല്ല നിലയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ കമ്മിറ്റികളുണ്ട്. കേരളത്തിലാണെങ്കിൽ ഗ്രാമങ്ങളിൽ വരെ എല്ലാ ഗ്രാമങ്ങളിലും വരെ നമ്മുടെ കമ്മിറ്റികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഘടനയുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ള ഒരൊറ്റ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ടല്ലോ. മറ്റേ ഓൺലൈൻ ബുക്കിംഗ് എങ്ങനെയാണ്? അത് കൊറോണ കാലത്തുള്ള ഇപ്പോഴുള്ള കൊറോണ കാലത്തുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് അത് അവരിപ്പം തുടങ്ങുന്നതല്ലേ. അത് ചില ആൾക്കാരെ കാർഡ് നമ്പറും നമ്മുടെ ഈ പിൻ നമ്പറും അടിച്ചാൽ നമുക്ക് ഏത് ഡോക്ടറെ അടിച്ചാലും അവരുടെ സമയം കിട്ടും. 9 മണി മുതൽ 1:30 വരെയുള്ള എല്ലാവർക്കും കിട്ടുന്നില്ല. ചിലർക്ക് കുറെ പ്രോബ്ലം ഉണ്ട്. അത് ഈ ആപ്പിന്റെ പ്രോബ്ലം. സൈറ്റിൽ പോയിട്ട് ഡിസ്ട്രിക്ട് കൊടുത്തിട്ട് ഏത് പോളിക്ലിനിക് ആണെന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. കൊറോണ കാലത്ത് ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള അത്രയും തിരക്ക് അതിൽ പോയാൽ അതിൽ നമ്മുടെ ബെനിഫിഷ്യറി, നമ്മുടെ ക്ലെയിം സ്റ്റാറ്റസ് ഇതൊക്കെ അതിൽ അറിയാൻ പറ്റും. നമ്മുടെ ക്ലെയിമിന്റെ കാര്യങ്ങൾ എവിടെ എത്തി, എന്തൊക്കെ നമ്മൾ ക്ലെയിമിന് കൊടുക്കുന്നില്ല, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതെ, നമ്മളവിടെ പോയി നിന്നിട്ട് നമുക്ക് ടോക്കൺ ഒരു ഡോക്ടർക്ക് ഇത്ര അവർ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിന് മുമ്പ് പോയാൽ മതി. നേരത്തെ അവിടെ പോയി ഇരിക്കണമെന്നുള്ള ഉദ്ദേശിക്കാണ്. എല്ലാവർക്കും ബാധ്യമാണ്. അതെല്ലാവർക്കും ഈ സൈറ്റിൽ കൂടെ എല്ലാവർക്കും ബുക്ക് ചെയ്യാവുന്നതാണ്.
പിന്നെ വേറെ എന്തെങ്കിലും പോളിക്ലിനിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പോളിക്ലിനിക്ക് ഇപ്പം നമ്മളെ സൗകര്യങ്ങൾ ഇനിയും കൂടാൻ പോവുകയാണ്. കാരണം സി ഗ്രേഡിന്റെ ബി ഗ്രേഡിലൊക്കെ ആക്കി വന്നതുകൊണ്ട് കുറേ സൗകര്യങ്ങൾ ഇവിടെ എക്സ്റേന്റെ ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇനിയിപ്പം എക്സ്റേ ഫെസിലിറ്റി വരും. 4 ഡോക്ടർമാർ ഉള്ളത് ഇപ്പം ഇനി 2 ഡോക്ടർമാർ കൂടും, ഒരു ഡെന്റൽ സർജനും കൂടി കൂടും. അങ്ങനെയൊക്കെ കുറേ ഫെസിലിറ്റികൾ കൂടാൻ ബാക്കിയുണ്ട്. പിന്നെ അലോട്ട്മെന്റ് പൈസയും കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം ബിൽഡിങ്ങിന്റെ സൗകര്യങ്ങളൊക്കെ ഇനി കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകാനുള്ള അതും നമ്മളെ സംഘടനയാണല്ലോ അതിന് ആദ്യമായിട്ട് ശ്രമിച്ചത്. നമ്മളെ സംഘടന കുറേ ശ്രമങ്ങളാണ്. ഇപ്പം കൊറോണ കാലത്ത് കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ കൊടുത്ത ഒരേ ഒരു പോളിക്ലിനിക് അത് കോഴിക്കോടാണ്. അത് നമ്മൾ സംഘടനയുടെ പേരിൽ കിട്ടിയാണ്. ഞാൻ വെറും ഇത് അങ്ങനെ പ്രതിച്ചു പറയല്ല, നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് ഒന്നും പറയാൻ ഇല്ല. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിച്ചോടെ ഞാൻ നിങ്ങളോട് ചോദിക്കണം, എന്തൊക്കെ ചോദിക്കാം. സ്പർശനെ പറ്റിയാലും ശരി, അല്ലെങ്കിൽ ഇപ്പം എന്ത് വേണമെങ്കിലും നമുക്കിപ്പം സ്പർശിന്റെ ഓൾമോസ്റ്റ് എല്ലാവരും സ്പർശിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പം പുതുതായിട്ട് പരീക്ഷ വരുന്നവരൊക്കെ ഡയറക്റ്റ് സ്പർശിലേക്കാണ്. അപ്പം സാറ് പറഞ്ഞ മാതിരി സ്പർശിന്റെ ഓഫീസിൽ നിന്ന് വലിയ പ്രസക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് മാറാനുള്ള ആൾക്കാരൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഡിജിറ്റലൈസായിട്ട്. അപ്പം എല്ലാം സ്പർശിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നാരായണ സാറ് നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ മറ്റേ അക്കൗണ്ട് ബാങ്കിന്റെ ആ നമ്മളെ ഗോൾഡൻ ഫാം ക്യാൻറ്റീൻ അവർ എല്ലാ വർഷവും ഒരു അഡ്വർടൈസ്മെന്റ് എക്സ് സർവീസ്മെന്റ് ക്യാൻറ്റീൻ മാനേജർ ബില്ലിംഗ് ക്ലർക്ക്. പക്ഷെ അതൊരു ശരിക്കും ഒരു പ്രഹസനമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവരെടുത്തത് അവിടെ ഓൾറെഡി ഉള്ള 2 മാനേജർ വേക്കൻസി ഉണ്ടായിരുന്നു. അവര് അവിടെ ഉള്ള ആൾക്കാരെ തന്നെ വീണ്ടും നിയമിച്ചു. കാരണം ഒരു പ്രഹസനത്തിന് വേണ്ടി കൊണ്ട് അവർ വിളിച്ചു. അവിടെ പിന്നെ അവർ അപ്ലിക്കേഷനിൽ ഒന്നും വാങ്ങിക്കുന്നു. എങ്ങനെ അപ്ലിക്കേഷൻ അയച്ചു, നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒന്നും പറഞ്ഞാൽ മതി വിളിക്കുന്നത്. അവിടെ എത്തുമെന്ന് അറിയുന്നത് ഒരു റിട്ടേൺ ടെസ്റ്റ് അവിടെ വെച്ച്. റിട്ടേൺ ടെസ്റ്റ് വെച്ചത് എന്തിനാന്ന് വെച്ചാൽ അതിലാണല്ലോ മാർക്ക് സ്ക്വയർ ചെയ്യുന്ന ആൾക്കാർ അവർ എടുക്കുന്നു, ബാക്കിയുള്ളവരെ പിടിച്ചു. അപ്പൊ ഈ പ്രഹസനമായിട്ട് മാത്രം വെക്കണ്ടെന്നുള്ളതാണ് അതിന്റെ. അവിടെ നിങ്ങൾ എക്സാം നടത്തിയാലും ഇന്റർവ്യൂ നടത്തുന്ന ഒരു ബോർഡുണ്ട്, DA ബറ്റാലിയന്റെ ഓഫീസർ ഉൾപ്പെട്ട ഒരു ബോർഡാണ്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രകാശൻ ഇതേമാതിരി അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അതിന് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കാൻ ഞാൻ പോയിരുന്നു. അവര് പറഞ്ഞിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മാർക്ക് സ്ക്വയർ ചെയ്ത് കുറവെന്നാണ്. പക്ഷെ അവര് കാൻഡിഡേറ്റിനെ അറിയിക്കണമല്ലോ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്ന്. പക്ഷെ അത് അറിയിക്കുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോ അവര് പറയാ പിന്നെ അവരെ ഇതുണ്ടല്ലോ ബോർഡ് കൺവെയിനിങ് ഓർഡറിൽ ഉണ്ട് 50 മാർക്കിന്റെ ടെസ്റ്റ്. ഇപ്പൊ കൺവെയിനിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൊസീഡിംഗ് ഓഫീസർക്കാണ് വരുന്നത്, നോട്ട് ഫോർ കാൻഡിഡേറ്റ്. പക്ഷെ കാൻഡിഡേറ്റിനെ അറിയിക്കണമല്ലോ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്ന്. അതില്ല. അത് എന്തുകൊണ്ട് അറിയിക്കാത്തതെന്ന് വെച്ചാൽ ആ റിട്ടേൺ ടെസ്റ്റ് ഓൾറെഡി കാൻഡിഡേറ്റിന് വെച്ചാൽ അവര് ഇതില്ല വരുന്ന സമയത്ത് പ്രിപ്പറേഷനോട് കൂടി വരുമല്ലോ. ഇത് അവിടെയുള്ള ഓൾറെഡി ഉള്ള 2 വേക്കൻസിക്കാരെ ഉള്ള സ്റ്റാഫിനെ എടുക്കേണ്ടിട്ട് മാത്രമാണ് അവര് ഒരു കളി കളിക്കാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രമം നടക്കുന്നുണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോയത്. ഇനി ഞങ്ങള് OIC അവിടുത്തെ ക്യാൻറ്റീൻ ഓഫീസർ മനോഹരൻ സാറാണ്, വീരാണ്ടി പൂക്കാടുള്ള ആളാണ്, പോയിട്ട് സംസാരിക്കാം. അവരല്ല ക്യാൻറ്റീൻ മാനേജർ അവർക്ക് റിലീസ് ഇത് അവര് ഒരു കളി ഗ്രൂപ്പിന്റെ ഒരു കളിയാണ്. കാരണം അവരിപ്പോ ഉള്ള 2 അസിസ്റ്റന്റ് മാനേജറും ബില്ലിംഗ് സ്റ്റാഫും ഓൾറെഡി അവിടെ 3-4 വർഷമായിട്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൽ ഒരാൾ ഇപ്പോൾ ഒഴിവായി പോയല്ലോ, അയാളാണ് പല പ്രചരണങ്ങളും നടത്തുന്നത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴുള്ള ആൾക്കാർക്കെതിരായിട്ട് പല പ്രചരണങ്ങളും അത് ഒരാൾ ഒഴിവായി പോയിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്, അവിടുന്ന് ആരെങ്കിലും വിട്ടുപോയാൽ മാത്രമേ ഒരാളെ നിയമിക്കുന്നുള്ളൂ. അല്ലാതെ എന്താ വെച്ചാൽ അവർ അവിടെ തന്നെ ഇങ്ങനെ പോയി. അവിടെ ഇപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യാം. ഇപ്പൊ ഞാനങ്ങ് പോയി, ഞാൻ എനിക്ക് ജോലിയിട്ട് വേറെ പോയി കഴിഞ്ഞാൽ മാത്രമേ വേറെ ആളെ എടുക്കുന്നുള്ളൂ. മറ്റുള്ള അവരാണ് തന്നെ. സർ, നമുക്ക് അവരെ ശ്രദ്ധയപ്പെടുത്താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ICSS ഉണ്ട്. അവിടെ മാത്രമല്ല സംഭവം ICSS ഉണ്ട്. ആക്ഷൻ 11 month
അഗ്രിമെന്റിലാണ് ഇവർ എടുക്കാൻ പറ്റും. 11 മാസത്തേക്ക് മാത്രമേ ഇവർക്ക് അവര് ഓഡിറ്റ് ഓഫ് പേഷ്യൻസ് ചെയ്യേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. ആ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന പ്രഹസനമായിട്ട് അവരെ വിളിക്കുന്നു, പരീക്ഷ നടത്തുന്നു. പക്ഷെ അവരെ പോസ്റ്റ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ആൾക്കാർ തന്നെയാണ്. ഒന്നെങ്കിലും നമ്മൾ അത് അവർക്കൊരു പ്രശ്നം വരുന്നത് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഒരാള് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർക്ക് സുഖമായിട്ട് ക്യാൻറ്റീൻ നടത്തിക്കാൻ പറ്റും. ഒന്നുകിൽ അവര് ഈ ഒരാളെ എടുക്കുന്ന ആൾ ഒരു ടീമിന് ഒരു 2 വർഷത്തേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത വർഷം വീണ്ടും അങ്ങനെ എന്തെങ്കിലും വേണം. അല്ലാണ്ട് പ്രഹസനത്തിന് മാത്രമായിട്ട് എക്സ് സർവീസ്മെന്റിന് വേണ്ടി ഇങ്ങനെ അപേക്ഷ വിളിക്കുകയും അവരെ എല്ലാ 3 മാസം കൂടുമ്പോൾ ജിഒസിന്റെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അതിൽ ഞാനും ജയനും പങ്കെടുക്കാറുണ്ട്. DCHSന്റെ ഉണ്ടാവാറുണ്ട്, ക്യാൻറ്റീൻ്റെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഈ പ്രോബ്ലം നമ്മൾ അതിൽ പറയുന്നതാണ്. ജിഒസിന്റെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്, ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും വാല്യുബിൾ പോയിന്റാണ്. ഓൺലൈനിൽ നമ്മൾ അപേക്ഷ അയക്കണം. അത് അയക്കണം. ഓൾട്ടർ നിയമിക്കുന്നത് വലിയ ഇനി ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ എൻ്റെ നിർത്തിക്കോട്ടെ. നന്ദി, നമസ്കാരം.